ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്തുമസിൻ്റെ കേക്ക് മുറി മാത്രം പോരട്ടോ. നമ്മുടെ കേരളത്തിനെ നമുക്കൊരു ഭാഗ്യമല്ലേ, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാട്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലുള്ളവർ ദൈവത്തിൻ്റെ സ്വന്തം ജനം. എപ്പോഴും ശ്രദ്ധിച്ചു നോക്കേ, കേരളീയർക്ക് ഒരു പ്രത്യേകതയില്ലേ? ലോകത്ത് എവിടെ ചെന്നാലും കേരളീയരുണ്ട്. എന്തോരം ചെറിയ ഇതാ കേരളം. പക്ഷെ അത് ഗോഡ്സ് ഓൺ കൺട്രിന്ന് കാര്യം പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു പേരിട്ടേന്ന് പറയണു. പക്ഷെ ആ നാവിൽ കൂടി ദൈവം അത് തീരുമാനിച്ചിട്ട്, അല്ലെങ്കിൽ വേറെ വല്ലവർക്കും ഒരു ഭാഗ്യം കിട്ടിയോ? അപ്പോൾ ഈ ഗോഡ്സ് ഓൺ കൺട്രിയിലുള്ളവര് ദൈവജനാകണ്ടേ? നമുക്കുടെ സ്വഭാവവും ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ, ദൈവമാണ് നമ്മളെ ഭരിക്കുന്നത്, ദൈവമാണ് നമ്മുടെ അപ്പനെങ്കിൽ ആ സ്വഭാവം നമുക്ക് വേണ്ടേ? ഇത് എന്നോട് ദൈവം ചോദിക്കുന്നതാട്ടോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കരുത് ഞാൻ ദൈവത്തിൻ്റെ അതേ സ്വഭാവത്തിൽ ഇങ്ങനെ ഇരുന്നാൽ. എന്നോട് സംസാരിക്കുന്ന വചനങ്ങളും എന്നോട് ദൈവം നന്നാകാൻ പറയണതും ഒക്കെയാണ് ഞാനിതിൽ പറയണത്. അപ്പം നമ്മൾ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുക. ഉണ്ണിയേശുവിൻ്റെ ഒരു രൂപം വെച്ചുകൊണ്ടിരുന്ന അങ്ങനെയൊന്നും അതല്ല. ഉണ്ണിയേശു അല്ല, മരിച്ചുയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മളെ വസിക്കണം. അപ്പം നമ്മുടെ ഹൃദയത്തെ എല്ലാം ഒരുക്കാം. ക്രിസ്തു നമ്മുടെ വസിച്ച് കഴിയുമ്പോൾ പുതുവർഷം വരുക. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറും. പിന്നെ പുതിയതെല്ലാകും. കഴിഞ്ഞു പോയത് പോയി, അതിലെ നഷ്ടം ഇരട്ടിയായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹത്താൽ നിറയ്ക്കും. നമുക്കൊരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. 1 പത്രോസ് 3:9. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. നമ്മളോടൊരു ദോഷം ചെയ്തവന് തിരിച്ച് 2 കൊടുക്കണം എന്നല്ലേ നമ്മുടെ ചിന്ത. അങ്ങനെ വേണ്ടെന്ന് ദൈവം പറയും. പിന്നെ എന്തിനാ ദൈവത്തിന് വിരോധമായിട്ട് നമ്മൾ ചെയ്യണേ? നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഓർക്കണം, നമ്മൾ ദൈവദോഷം ചെയ്തുകൊണ്ടിരിക്കുക. ദൈവദോഷം ചെയ്യുന്നവൻ്റെ മേലെയുള്ള ഇങ്ങനെയൊക്കെ പറയണില്ലേ, അതെല്ലാം നമുക്കപ്പോൾ സംഭവിക്കും. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യരുത്. വചനത്തിനെതിരായിട്ട് ചെയ്യുക. അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് അയൽക്കാരനിട്ട് പാര വയ്ക്കുമ്പോൾ ദൈവവചനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക, ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് ദൈവദോഷം വരും. ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവന് ദൈവത്തിന് അങ്ങനെ പ്രശ്നങ്ങൾ വരുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യരുത്. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. ഇതെന്നോട് ദൈവം ഇടപെട്ടതാണ് കഴിഞ്ഞ ദിവസം. എനിക്കൊരു കുഴപ്പമുണ്ട്. എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ ആൾക്കാരോട് വഴക്കടിക്കും. വല്ല കാര്യമുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഭയങ്കര അസ്വസ്ഥയാണ്. വേറെ ഒന്നുമല്ല, എന്തെങ്കിലും തയ്ച്ച് കൃത്യസമയത്ത് കൊടുക്കാണ്ടിരിക്കോ, ഓൺലൈൻ എന്തെങ്കിലും പാക്ക് ചെയ്യാണ്ടിരിക്കോ, കസ്റ്റമറിനോട് ശരിയായിട്ട് അതൊക്കെ ദേഷ്യപ്പെടണം. പക്ഷെ അങ്ങനെയല്ല, ദേഷ്യപ്പെട്ട ഒന്നും നേടാൻ പറ്റില്ല. ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തിൽ അവരെ ഭരിക്കാനാണ് പരിശുദ്ധാത്മാവ് എന്നോട് കഴിഞ്ഞ ദിവസം ഇടപെട്ടെ. അപ്പോൾ ശകാരത്തിന് ശകാരം. എനിക്കിന്നെ കുറേ പേര് ചീത്ത പറയുമെന്ന് വെച്ചോ. അപ്പം ഞാൻ ആ ദേഷ്യം തീർക്കാൻ അവരോട് പോയി ദേഷ്യപ്പെടുക. ഒരു ഡ്രസ്സ് തയ്ച്ച് കിട്ടിയില്ല, അപ്പം അവരെന്നോട് ചീത്ത പറഞ്ഞു. അതേ മൂച്ച് ഞാൻ അവിടെ പോയി ദേഷ്യം തീർക്കുക. അങ്ങനെയാണ് പറഞ്ഞേക്കണത്. അല്ലല്ലോ, ശകാരത്തിന് ശകാരം പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിനാ വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പം നമ്മളെ വിളിച്ചേക്കണ ദൈവം എന്തിനാ? അനുഗ്രഹം അനുഭവിക്കാനാണ്. നമ്മളെ ലോകം അപ്പടി സൃഷ്ടിച്ചേക്കണത് നമുക്ക് കാണാൻ എന്തെല്ലാം മനോഹരമായ കാഴ്ച, നമുക്ക് ഭക്ഷണം കഴിക്കാൻ എല്ലാം നമുക്ക് വേണ്ടി ലോകത്തെ സൃഷ്ടിച്ചേക്കണേ. അപ്പം അനുഗ്രഹം അനുഭവിക്കാനാണ് നമ്മളെ ഭൂമിയിലാക്കിയേക്കണത്. ക്രിസ്തു യേശുവിലെ അനുഗ്രഹം നിങ്ങൾക്കും എനിക്കും എല്ലാം നമ്മുടെ തലമുറയ്ക്കൊക്കെ അനുഭവിക്കാൻ പറ്റട്ടെ. എപ്പോഴും ഓർക്കണം, നമ്മൾ ശകാരത്തിന് ശകാരം, ദോഷത്തിന് ദോഷം. ഒരുത്തനും എന്തെങ്കിലും ചെയ്താൽ നമ്മളത് മൈൻഡ് ചെയ്യേ വേണ്ട. തിന്മയ്ക്ക് തിന്മ കൊണ്ടല്ല പ്രതികാരം ചെയ്യേണ്ടത്, നന്മ കൊണ്ട്. തിന്മ ഉപദ്രവിക്കുന്നവനെ നന്മ ചെയ്യാനാണ് പറയണേ. അപ്പം അതൊരു വെറൈറ്റി അല്ലേ? നമ്മളെപ്പോഴും മലയാളീസ് ഭയങ്കര ചൂസ് ചെയ്യാണ്, ഭയങ്കര വെറൈറ്റിയുടെ ആക്കാറില്ലേ? അപ്പം നമുക്കിനി അങ്ങനെ ഒരു ജീവിതമാക്കാം. നമ്മളെ ഉപദ്രവിക്കുന്നവനെ എന്തെങ്കിലും നന്മ ചെയ്യാൻ അവൻ്റെ മനസ്സിന് അതെന്തായിരിക്കും വിഷമം. യേശുബ്രാൻ യൂതയുടെ കാല് കഴുകി ഉമ്മ വെച്ചു. ഇങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പുള്ളി പോയി ഒറ്റിക്കൊടുത്തത്. പുള്ളി ഒറ്റിക്കൊടുത്ത് യേശുവിനെ മരിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് എന്ത് തോന്നി? സ്വയം മരിച്ചുപോയി. അത് എന്താ ആ സങ്കടം, ആ നന്മ ചെയ്ത് ഓർത്തു. അപ്പം നമ്മൾ നന്മ ചെയ്ത് ഓർത്ത ശത്രു സ്വയം പോയി മരിക്കണം എന്ന് കേട്ടോ. ശത്രുവിന് മാനസാന്തരം ഉണ്ടാവും. അവനും ക്രിസ്തു യേശുവിലായിക്കോളും. അവനും ഒരു സ്നേഹമായി അനേകർക്ക് അനുഗ്രഹമാകും. അപ്പോൾ എല്ലാവരും നമുക്കൊരു കേരളത്തിൽ ഗോഡ്സ് ഓൺ കൺട്രി പോലെ നമുക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ക്രിസ്തു യേശുവിൻ്റെ അനുയായികളാകാം. അപ്പോൾ യേശുബ്രാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വെറൈറ്റി അടിപൊളി ചുരിദാറിൻ്റെ വീഡിയോസാണ്. ഈ 2 ദിവസം അടുപ്പിച്ച് ചുരിദാറിൻ്റെ വീഡിയോ, കുറേ ചുരിദാർ വന്നിട്ടുണ്ട്. പ്രിന്റഡ്
ഇത് പ്രിന്റഡ് സോഫ്റ്റ് സിൽക്ക് ആട്ടോ, പ്രിന്റഡ് സോഫ്റ്റ് സിൽക്ക്. നല്ല പ്രിന്റഡ് സോഫ്റ്റ് സിൽക്കിൽ കട്ട് ബീഡ് വെച്ച് യോക്കിൽ നല്ല ഇത്രയും ഹാൻഡ് വർക്കും ഉണ്ട്. ഫ്ലോറൽ പ്രിന്റിന്റെ സോഫ്റ്റ് ഷോള്, അടിപൊളി സെറ്റ്. ഫങ്ഷനല്ലേ, അപ്പടിയും കല്യാണങ്ങൾ വരുമല്ലേ, അടിപൊളി സെറ്റ്. 1699 ഉള്ളൂ കേട്ടോ, നല്ല സെറ്റ്. പെട്ടെന്ന് ബുക്ക് ചെയ്തു. രാത്രി 7 മണിക്ക് വീഡിയോ ഇടുവേ. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ആദ്യം മെസ്സേജ് വരുന്നവരുടെ ആദ്യം നോക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോഫി ബ്രൗൺ എല്ലാം ഡസ്റ്റി ചാട്ടാട്ടോ, സൂപ്പറാണ്. ഫ്ലോറൽ പ്രിന്റിന്റെ സിൽക്കി കോട്ടയുടെ ഷോള്, അടിപൊളി ഷോള്, ഒരു വെറൈറ്റിയില്ലേ, നല്ല ഗ്രാൻഡ് സെറ്റാ. 1699 ഉള്ളേ. മെറൂൺ 1699. നേവി ബ്ലൂ അല്ല, ആഷ് കൂടിയ ബ്ലൂ ഇല്ലേ, $1699. അടിപൊളി സെറ്റാണ്. ഇത് ആഷും, ഇത് ആഷല്ലേ, ബ്ലാക്കും ആഷും, ബ്ലാക്കിൽ ആഷ് പ്രിന്റ്. അടിപൊളി സെറ്റ്, അടിപൊളി സെറ്റ്. 1699. ഇനി ജോർജറ്റിന്റെ സൂപ്പർ ഒരു മെറ്റീരിയല്, നല്ല സൂപ്പർ വർക്കും, ഒറിജിനൽ ക്രേപ്പിന്റെ ഷോള്, ഒറിജിനൽ ക്രേപ്പ് ഷോള്, പേസ്റ്റ കളറാ, സാൻഡോൺ ബോട്ടോ. ഈ തുണിയൊക്കെ കഴിയാ കളർ പോകുമോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് നോക്കട്ടോ. ഈ കംപ്ലീറ്റ് തുണി നമുക്ക് വന്നതിൻ്റെ കളർ പോയില്ലോ എന്ന് നമ്മൾ അവരോട് തരുന്നവരോട് വെച്ച് അവർ പറയും ഡ്രൈ വാഷ് ഉള്ളി. ഒറിജിനൽ തുണിയുടെ എല്ലാത്തിൻ്റെയും കളർ പോകും. അത് കളർ പോകുന്നത് ഉണങ്ങുമ്പോൾ അതുപോലെ ഇരിക്കും. പിന്നെ നമുക്ക് തന്നെ നഷ്ടം. അപ്പോൾ ഡ്രൈ വാഷ് ചെയ്ത് വെച്ചാൽ മതി. കളർ പോയെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്തമില്ല. നരയ്ക്കണമെങ്കിൽ വെയിലത്തിട്ടാൽ മാത്രമേ നരയ്ക്കുള്ളൂ. ഞാൻ വാഷിംഗ് മെഷീനിലിട്ടിട്ട് ഡ്രയറിലിട്ടിട്ട് ഉണങ്ങുവാണ് ചെയ്യണേ. എൻ്റെ ഒരിക്കലും ഒരു ഡ്രസ്സ് നരച്ചു പോയിട്ടില്ല. പക്ഷെ ഞാൻ കുറേ നാൾ കഴിഞ്ഞ് കഴുകാറുള്ളൂ. അങ്ങനെ ഞാൻ കഴുകാറില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ തുണി കഴുകിയിട്ട് തയ്ക്കാൻ കൊടുക്കുന്നവർ, എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെയൊക്കെ ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കുക. ഈ സാൻഡോണൊക്കെ ഇത് ഡൈ ചെയ്യണ സംഭവമാണ്. ഇതൊക്കെ ഡ്രയറിലിടാണ്ട് കഴുകി തൂക്കിയിട്ട് ഇതിലെ കളർ അതിൽ ഒലിച്ചിരിക്കും. ഈ പേസ്റ്റർ ചാർട്ടെല്ലാം ഡൈ ചെയ്തുണ്ടാക്കുമ്പോൾ അത് കഴുകുമ്പോൾ കളർ പോകണ കാരണമാണ് അവർ ഡ്രൈ വാഷ് എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങളെല്ലാം തുണി ഡ്രൈ വാഷ് ചെയ്താൽ മതിയേ. അപ്പം അല്ലാത്തവർ അവനവൻ്റെ ബുദ്ധി അനുസരിച്ച് കഴുകിക്കും. കഴുകണേനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. അതിനെച്ചാൽ വേറെ ഒന്നും ആയിട്ടല്ല, ഈ തുണി എപ്പോഴും നമ്മൾ കഴുകി നോക്കണില്ലല്ലോ. എൻ്റെ ഡ്രസ്സ് പോലും കഴുകണില്ല. പിന്നെ ഇങ്ങനെ കഴുകി നോക്കിയിട്ടൊന്നും തുണി നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല. എനിക്കെന്നല്ല, ഒരു കടയിലും കഴിയാൻ കളർ പോലാത്ത തുണി കിട്ടില്ലേ. പോളിസ്റ്ററിൻ്റെ തുണി മാത്രമേ കഴിയാൻ കളർ പോലാത്ത കിട്ടുള്ളൂ. പോളിസ്റ്റർ മിക്സിങ് കയറ്റുമ്പോൾ മാത്രമാണ് തുണിയിൽ കളർ പോലാണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ 50,000 രൂപയുടെ സാരി നിങ്ങളൊന്നുകൊണ്ടേ കഴുകി നോക്കിക്കേ, വിലയുടെ വ്യത്യാസമാണ്. ചിലർ പറയും പൊട്ട തുണി കളർ പോവാന്ന്. ഒറിജിനൽ തുണിയുടെ കളർ പോകണം. പൊട്ട തുണി ഒരിക്കലും കളർ പോകില്ല. 30 രൂപ 40 രൂപയുടെയൊക്കെ തുണി മേളിലുണ്ട്. അതൊന്ന് കഴുകി കല്ലേലിട്ടാലും സാധനം പോകില്ല. അത് പോളിസ്റ്റർ മിസ്സിങ് ഉള്ള കാരണം. ലൈലാക്ക് ഇതിന്റെ റേറ്റ് എത്രയാണ്? 1690 ആട്ടോ. ഒറിജിനൽ ക്രേപ്പാട്ടോ, ഒറിജിനല് സൂപ്പറാണ്. എന്ത് രസാലേ. സിൽവർ കളർ പോലെ ഇല്ലേ, ഷോളൊക്കെ ഇങ്ങനെ ഇട്ടാൽ മതി. ഇതിൻ്റെ 1690. ഫങ്ഷന് എപ്പോഴും ഈ കുർത്ത എടുത്തിട്ട് അതിന് ഒരു ലുക്കില്ല. ഫങ്ഷൻ വെയറിന് ചെറിയ ഫങ്ഷനൊക്കെ കുഴപ്പമില്ല. എപ്പോഴും ഫങ്ഷന് ചുരിദാറിട്ട് ഇങ്ങനെ അതാണ് അതിൻ്റെ ലുക്ക്. സാരി ഉടുക്കണ ലുക്കാന്നൊക്കെ പറയണ പോലെ കുർത്തയും പാൻറ്റും ഇട്ട് കുഴപ്പമില്ല. എന്നാലും അതിന് അതേ സെയിം ബോട്ടം ഷോളും ഒന്നും കിട്ടണമെന്നില്ല കുർത്തയ്ക്ക്. സൂപ്പർ സംഭവം കേട്ടോ.
ഇനി ക്രിസ്മസ് ന്യൂ ഇയറും അല്ലേ, ഫങ്ഷൻ വെയർ ഒരു വൈറ്റ് കാണിക്കാവേ. ലാസ്റ്റ് ഇട്ടത് പീച്ചാട്ടോ, മറന്നു കളറ്. വൈറ്റ് എന്ന് പറഞ്ഞാൽ ഓഫ് വൈറ്റ് ആട്ടോ, ഒറിജിനൽ ക്രേപ്പിന്റെ ആട്ടോ. ഇതൊക്കെ ഡ്രൈ വാഷാണ്, ഒറിജിനൽ ക്രേപ്പാണ്. അടിപൊളി സംഭവം അല്ലേ. ഇതിന്റെ ഷോള് കണ്ടോ കേട്ടോ. ഈ ഷോള് തന്നെ 1690 ആ റേറ്റ് ഒക്കെ ആട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഷോളിന്റെ കടകളിൽ കയറി നോക്കാം. ഒറിജിനൽ ഷോളാണ്. സാൻഡോൺ ബോട്ടോ. ഇതിന്റെ രസാട്ടോ വില 1999, 1999. ഇനി ഒരു സോഫ്റ്റ് സിൽക്കിലെ സ്ട്രൈസ് കളറിന ഇത് ബ്ലാക്ക് ആണോ, അല്ല ആഷ്, ഡാർക്ക് ആഷ്. സോഫ്റ്റ് ആട്ടോ, ഒത്തിരി സോഫ്റ്റ് ആണേ, സോഫ്റ്റ് മെറ്റീരിയലാണ്. അതിൻ്റെ ഷോള് ഭയങ്കര അട്രാക്റ്റീവാണ്. സോഫ്റ്റ് സിൽക്കിൽ അട്രാക്റ്റീവ് ഷോളും അതിൻ്റെ വർക്കും കണ്ടോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഫുൾക്കാരിയുടെ ക്രീമില്ലേ, അതിൻ്റെ ഒരു ടോപ്പ് കൂടി എടുക്കണം കേട്ടോ. ഇതിനെ ഇത് കൂടാണ്ട് ഇങ്ങനത്തെ ഈ ക്രീം കളറില്ലേ, ആ റോളിന്ന് എടുത്ത് എൽസേച്ചി, ആ റോളിന്ന് എടുത്ത്. ഇത് രസമായിരിക്കുമല്ലോ. ഞാനിങ്ങനെ ഓർക്കുക. ബോട്ടോ സൂപ്പർ സാൻഡോൺ ബോട്ടം പോലെ, സാൻഡോൺ ബോട്ടോ. റേറ്റ് മാറിപ്പോയതാണോ? ഇതോടെ ഇട്ടാൽ എന്ത് രസമായിരിക്കും. ഇങ്ങോട്ട് നോക്കി, ഇതുപോലത്തെ ഒരു ഷോളും ഇങ്ങനെ ഇത് ഇതോടെ സെറ്റ് ചെയ്ത സൂപ്പറാട്ടോ. ഇതിന് മീറ്ററിന് 140. ഈ സെറ്റ് എടുക്കുന്നവരൊരു ടോപ്പ് അതിൻ്റെ അടി എടുത്തു. സൂപ്പറായിരിക്കും. എന്തേ ബോട്ട ചെയ്തിട്ട് 1199 ഉള്ളൂ കേട്ടോ. വില മാറിപ്പോയോ? സാൻഡോൺ ബോട്ടം തന്നെയെല്ലാം വില കൂടുതലല്ലേ സാധാരണ. ചിലത് കോട്ടൺ സിൽക്കാല്ലേ. 1199 ഉള്ളൂ. ലെങ്തൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങ് താഴെ വരെ ലെങ്ത് ഉണ്ട്. താഴെ വരെ ലെങ്ത് ഉണ്ട്. 45, 46, 47 ഒക്കെ കിട്ടും. എൻ്റെ ഷോളിൻ്റെ ഒക്കെ ഡിസൈൻ ആട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതാ ബേജ് കളറ്, അതുകൂടെ വെക്കുമ്പോൾ എത്ര രസമായിരിക്കും. ഈ സെറ്റും എടുത്തോ, ഒരു ടോപ്പും എടുത്തോ, ഗ്രാൻഡ് 2 സെറ്റാകും. ഫങ്ഷൻ വെയറും കൊണ്ടാകാം. ഫുൾക്കാരിയുടെ ടോപ്പും ബോട്ടം ഉണ്ടെങ്കിൽ കാണുന്ന എല്ലാ ഷോളും അതിൽ കയറ്റാം. നമുക്ക് സ്ഥിരം യൂസും ചെയ്യാം. എന്ത് രസം. എൻ്റെ കളേഴ്സും എൻ്റെ ഷോളും ഭയങ്കര സോഫ്റ്റും സൂപ്പർ വർക്കും അല്ലേ, ഗ്രാൻഡ് വർക്കും അല്ലേ. 1199. ഇതൊക്കെ സാൻഡോൺ ബോട്ട്. അതാ എനിക്ക് റേറ്റ് മാറിപ്പോയോ കൺഫ്യൂഷൻ. ചിലതിൽ സാൻഡോൺ അല്ല. സാധാരണ ബോട്ടം വരുമ്പോൾ ഭയങ്കര റേറ്റ് ഉള്ളതിലല്ലേ വരാറ്. ബേജ് നല്ല ബിസ്ക്കറ്റ് കളർ കേട്ടോ, ബിസ്ക്കറ്റ് കളറേ. ഓ, ഈ ടോപ്പ് ഷോളിൻ്റെ ഒക്കെ വർക്ക് ഇതൊക്കെ എന്ത് രസമായിരിക്കും ഫങ്ഷൻ ഇട്ടാലേ. ഇതിൻ്റെ വിലയല്ല, ഇതിനൊക്കെ ഒരു എലഗൻ ലുക്കാട്ടോ. സൂപ്പർ സംഭവം. ഇത് നോക്കി, ബ്ലാക്ക് ബ്ലാക്ക് അടിപൊളി സംഭവമാണേ. പോട്ടെ, മുന്തിരി കളർ. മുന്തിരി കളറല്ല, മെറൂൺ അല്ലേ? അല്ല, മുന്തിരി അല്ലേ, മുന്തിരി കളറാ. ഈ വെട്ട ഇങ്ങനെ തന്നെ കാരണേ കറക്റ്റ് കളർ എനിക്ക് അറിയാൻ പറ്റില്ല. 1199. ഗ്രീൻ ബോട്ടേൽ. അടിപൊളി സംഭവം, അടിപൊളി സംഭവം. ഇനി അടിപൊളി ഒരു കോട്ടൺ ആട്ടോ. സൂപ്പർ കോട്ടൻ്റെ ആക്കാരം, ഗ്രാൻഡ് കോട്ടൺ. ഇങ്ങോട്ട് നോക്കിയോ, ക്രോഷ്യോ ലേസ് വെച്ച് ഇതിൻ്റെ ഷോള് ഫുൾ ക്രോഷ്യോ. ഉള്ളില് കോട്ടയല്ല, സോഫ്റ്റ് ക്രേപ്പ് പോലത്തെ മെറ്റീരിയൽ, ഉള്ളപ്പടിയും ക്രോഷ്യോ വർക്കിൻ്റെ ഷോള്. ബോട്ട ചെയ്ത് റേറ്റ് എത്ര?
അത്രേ ഉള്ളൂ. 1290 ഉള്ളൂ. പക്ഷെ 2 കളറേ ഉള്ളൂ. നല്ല രസമില്ലേ, അടിപൊളി സംഭവം. ഒത്തിരി വെറൈറ്റി അല്ലേ. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒരു കൊച്ചു ചോദിച്ചു, ചേച്ചി ഇപ്പം ദൂരം വെറൈറ്റി ചുരിദാർ ഇറക്കണം, പണ്ട് ഇങ്ങനെ ഈ കടയിലില്ലായിരുന്നല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, പോളെ പണ്ട് ഓൺലൈൻ ചെയ്യണില്ലായിരുന്നല്ലോ, ഓരോ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും പുതിയത് കാണിക്കണ്ടേ. അപ്പം എൻ്റെ ദൈവമേ എന്ത് നല്ല പാടാന്നറിയാമോ. അല്ല അങ്ങനെയല്ല, പാടുണ്ടെങ്കിൽ നമുക്കത് കൊണ്ട് അനുഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇതിൽ കൂടെ പോകുമ്പോൾ എല്ലാവരും വന്നട്ടോ, എല്ലാവരും കയറി വരും കേട്ടോ. ചേച്ചി പറയാറില്ല ഇതിൽ കൂടെ പോകുമ്പോൾ വന്നെന്ന്. തമ്പുരാനെ എല്ലാവരോടും മിണ്ടാനും സ്നേഹത്തിൽ പെരുമാറാനും ഒക്കെ പരിശുദ്ധാത്മാവ് എന്നെ ഇടപെടുത്തട്ടെ. നിങ്ങളാ ഭയങ്കര എന്ത് എനിക്കറിയാൻ പോലെ കേട്ടോ, അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യരെയും കൊണ്ട് ഈ കട നിറയുക. ഈ ഭൂമി മുഴുക്കനും ഇപ്പം നമ്മുടെ കടയിലുണ്ട്. ക്രിസ്മസ് വെക്കേഷന് പുറത്തുനിന്ന് വന്ന് എല്ലാവരും ഉണ്ട്. ഇതിൽ കൂടെ ഇങ്ങനെ പോകുന്ന എല്ലാ മനുഷ്യരും കയറുന്നുണ്ട്. എൻ്റെ യേശുപ്പ ഇവിടെ കാല് ചവിട്ടണ വഴി നിങ്ങളുടെ കുടുംബവും സമാധാനത്താലും സന്തോഷത്താലും സമ്പൽ സമൃദ്ധിയാലും ദീർഘായുസിനാലും പൂർണ്ണ ആരോഗ്യത്താലും അനുഗ്രഹിക്കപ്പെട്ടെ. അതല്ലാണ്ട് ഇങ്ങനെ ഞാൻ എന്താ ഇങ്ങനെ ഗിഫ്റ്റായിട്ട് തന്നെ നിങ്ങളെയും കൊണ്ട് ഇങ്ങനെ നിങ്ങൾ സ്നേഹത്താ വന്നു എന്നെ സഹായിച്ചിട്ട് തുണിയെടുക്കുന്നു. മൊത്തത്തിൽ ഞാൻ നിങ്ങളെയും കൊണ്ട് ജീവിക്കുക. അപ്പോൾ യേശുബ്രാൻ്റെ ഈ അനുഗ്രഹം, വിലയേറിയ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ വാഴട്ടെ. $1290 യെല്ലോ ഷോള് കാണും. അടിപൊളി ഷോള്, അടിപൊളി കളറ്, പ്യുവർ. ക്രീം കാണിക്കണേ, അതല്ല ഇത് കഴിഞ്ഞിട്ട്. ഒത്തിരി വെറൈറ്റി ഉണ്ട്, ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഫങ്ഷൻ വെയർ അല്ലേ. ബോട്ടിൽ ഗ്രീനില് ഇതും ഈ മെറ്റീരിയൽ കണ്ടോട്ടോ, നല്ല സോഫ്റ്റ് ലിനൻ അല്ല എന്നാൽ അതുപോലത്തെ ഒരു ഗ്രാൻഡ് മെറ്റീരിയൽ. ഈ മെറ്റീരിയൽ കണ്ടിട്ടേ സെറ്റ് എടുത്തേ. ഈ സോഫ്റ്റ് ചൂടൊന്നുമില്ലാത്ത മെറ്റീരിയൽ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, അതിൻ്റെ വർക്കും ഭയങ്കര രസമാട്ടോ. ഇങ്ങനെ ബോക്സ് ചെയ്തിട്ട് ഇപ്പം ഭയങ്കര ട്രെൻഡാണ്. അതിൻ്റെ നടുക്കൊരു സിമ്പിൾ നല്ല ഗ്രാൻഡ് ടോൺ ടു ടോൺ വർക്കും. ഡബിൾ ഷെയ്ഡ് ഷോള്, ക്രേപ്പിൻ്റെ ഡബിൾ ഷെയ്ഡ് ഷോളും. ബോട്ടം ഈ വില കൂടിയ 2000 സെറ്റ് വരുന്നതിലുള്ള കോട്ടൺ ബോട്ടയില്ലേ, അതാട്ടോ. റേറ്റ് എത്രയാ? ഇതിന് വലിയ റേറ്റും ഇല്ല, 1399 ഉള്ളൂ. സൂപ്പർ സെറ്റാ. ചിലർ വന്ന് ചോദിക്കും ക്രേപ്പ് ഷോള് ഉള്ള സെറ്റ്. സിമ്പിളായിട്ട് സോഫ്റ്റ് ആയിട്ടോ, അതേ കണ്ടോ വർക്ക് കണ്ടോ, നല്ല ഡസ്റ്റി ചാട്ട കോഫി ബ്രൗൺ. എൻ്റെ ഷോളിൻ്റെ ഡൈ ചെയ്തതേ ഈ വർക്കിൻ്റെ കളർ, ഇവിടെ അരികത്ത് ഈ ടോപ്പിൻ്റെ കളർ ബോട്ട് ചെയ്ത് അടിപൊളി സംഭവം കേട്ടോ. 1399 ഉള്ളൂ. വെറൈറ്റിയാണ്. ആഷ് $1399. മെറൂൺ 1399. ബോട്ടേത് അടിപൊളി സംഭവമാണ്, അടിപൊളിയാണ്. ഇത് മെറൂണാട്ടോ. ഇനി നോയാ സിൽക്കിൻ്റെ കോട്ട, നോയാ സിൽക്ക് അല്ല നോയാ കോട്ട, സൂപ്പറാണ്. നോയാ കോട്ട ലെങ്ത് ഉണ്ട്, ഒരു 45-46 കിട്ടും. ഇനി അതിൽ കൂടുതൽ ലെങ്ത് വേണമെങ്കിൽ ഇവിടെ ഒരു പീസ് വെച്ചാൽ മതി. നോയാ കോട്ട സൂപ്പറായി, ഇടാനും സുഖം, ഒരു കനവും ഇല്ല, നല്ല സുഖമാണ്. അതിൻ്റെ ഷോള് എന്ത് ഭംഗിയാലേ. ഇങ്ങനെയൊക്കെ ഫങ്ഷന് പോയാൽ ഇതിൽ കളറും വിലയും പ്രശ്നമാണ് കേട്ടോ. വൈറ്റ്, ഈ ബേജ് കളറ്, ബ്ലാക്ക്, അതിന് എത്ര രൂപയുടെ സെറ്റൊന്നുമല്ല. ഇതിൻ്റെ ഈ കളറിനാണ് അതിൻ്റെ സൗന്ദര്യം. ബോട്ടം കോട്ടൺ 1499. 1499. ഇനി ഒരു ഫങ്ഷൻ വെയർ ആട്ടോ. ഇതിലെങ്ങനെയാണോ സാൻഡോണം ബോട്ടം. ഇനി അടിപൊളി ഓർഗൻസയുടെ, അത് ബോക്സ് ഇങ്ങനെ ചെയ്തേക്കണം.
കൂടിയ ഓർഗൻസ ആട്ടോ. ഈ ഓർഗൻസ എടുക്കുമ്പോൾ കുറേ പേര് പറയും പ്രായം ചെന്നവർക്ക് ഇടാവോ, പിന്നെ ചിലർ പറയും വണ്ണം തോന്നിക്കുമോ. ഇതൊന്നുമില്ല. ഞാൻ എൻ്റെ 2-3 ഓർഗൻസയുണ്ട്. അപ്പോൾ ഇത് ഓർഗൻസ് നമുക്ക് ആ ഗ്ലോ, ഒരു പ്രത്യേക ഭംഗി. സിൽക്ക് ചുരിദാറിന് ഭംഗി കിട്ടുന്നത് ഓർഗൻസയില. സിൽക്ക് ചുരിദാർ അല്ലെങ്കിൽ പിന്നെ ഓർഗൻസയാണ്. ആ ഇതിരിക്കുകയും ചെയ്യും, ചേർന്ന് കിടന്നോളും, ചേർന്ന് കിടക്കും. പിന്നെ ഫങ്ഷൻ വെയറിന് സൂപ്പറാട്ടോ. ഫങ്ഷൻ വെയറിന് ഈ ഷോള് കണ്ടോ, ഫുൾ വർക്കുള്ള ഷോള്. അടിപൊളിയല്ലേ, സൂപ്പറല്ലേ, അടിപൊളി. റേറ്റ് പറയാം 1499 ആണ്. 1499 ലൈലാക്ക് ഷോളിങ്ങനെ. ബോട്ടം ഉള്ളിൽ, ബോട്ടം സാൻഡോൺ ബോട്ടാട്ടോ. ബോട്ടം ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് പിടിച്ചത്. 1499 അടിപൊളി കളേഴ്സ്. 14 ആണോ 16 ആണോ? 14 ആണ്. 14 ഉള്ളോ? 1499 ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ 1800 കിട്ടുന്നതായിരുന്നു അല്ലേ? 1499 അടിപൊളി കളേഴ്സ്. ഫങ്ഷൻ ചെയ്തിട്ടാ പിന്നെ വേറെ ഒന്നും വേണ്ട. അടിപൊളി ലുക്കാണ്. പേസ്റ്റൽ കളേഴ്സ് ആട്ടോ, സൂപ്പർ കളർ ചാർട്ടാ, ഗ്രാൻഡ് കളേഴ്സാണ്. ഓർഗൻസ ഭയങ്കരമായിട്ട് ഒതുങ്ങുന്ന സംഭവം കേട്ടോ. വണ്ണം തോന്നിക്കുന്ന എന്തെങ്കിലും ഞാനിടും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർഗൻസയുടെ ചുരിദാർ ഇടുമ്പോൾ അതെന്തെങ്കിലും ഒരു കുഴപ്പം, അത് നേരത്തെ വന്നതാണ്, അത് വേണമെന്ന് പറയും. അത് എവിടെ പോയി കൊണ്ടുവരാനാ? ഞാൻ പിന്നെ കഴിവൊന്നുമില്ലാത്ത കാരണം അതുപോലെ ഇരിക്കുമല്ലോ. എൻ്റെ പഴയ ചുരിദാർ എല്ലാവരും കാണുമ്പോൾ പറയും ഇതുപോലത്തെ കൊണ്ടാ. അത് പിന്നെ കിട്ടുമോ? നമുക്കൊരു 1-2 മാസമൊക്കെ ആയിരിക്കും അതിൻ്റെയൊക്കെ റീസ്റ്റോക്ക് കിട്ടുള്ളൂ. പിന്നെ അത് കിട്ടില്ലല്ലോ. പീച്ച് ഡാർക്ക് ബേജ് കളർ. ഇത് നല്ല കളറ്. വൈറ്റ് ഉള്ളവർക്കൊക്കെ സൂപ്പറല്ലേ? വൈറ്റ് ഉള്ളവർക്കും കളർ കുറഞ്ഞവർക്കും നല്ല. ഞാൻ ഈ ആഷൊക്കെ നല്ല വെളുത്തവർക്ക് ചേർന്ന കളറാണെന്നായിരുന്നു എൻ്റെ ചിന്ത. നേരെ തിരിച്ചാട്ടോ. കളർ കുറഞ്ഞവർക്ക് പീച്ചിറിനേക്കാളും സ്റ്റാൻഡേർഡും ഒരു മുഖത്തിന് ഐശ്വര്യവും ആഷൊക്കെ എടുക്കുക. അപ്പോൾ കളറുകൾ നമുക്ക് പറയാൻ പറ്റില്ല. അടിപൊളി അടിപൊളി എല്ലാം തെരുതെരൂന്ന് ബുക്ക് ചെയ്തു. എന്ത് ഭംഗിയല്ലേ? അതെ, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇൻസ്റ്റയിൽ എല്ലാം. എൻ്റെ വീഡിയോ കാണുമ്പോൾ കുഞ്ഞിക്കുടാപ്പികളോടൊക്കെ എന്ന് പറഞ്ഞാൽ മതി, അവർ ഇങ്ങനെ നിന്ന് കുത്തിക്കോളുവേ. ഒന്ന് ചെയ്തു തരാം കേട്ടോ. ഒരു ഇത് ചെയ്യാണ്ട് തന്നെ യേശുവിൻ്റെ കൃപയാൽ നിങ്ങളുടെ ഒറ്റ സഹകരണം കൊണ്ടാണ് നമ്മൾ പിടിച്ചിരിക്കണം. നമ്മൾ അതിൽ വേറെ ഇങ്ങനെ ഫോളോവേഴ്സിനെ ഉണ്ടാക്കാനോ ഒന്നിനും, എല്ലാവരും പറഞ്ഞു വേറെ രീതിയിലൊക്കെ ഒത്തിരി ഫോളോവേഴ്സിനെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഫോളോവേഴ്സ് വന്നിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. ജെന്യുവിനായിട്ടുള്ളത് മതി നമുക്ക്. നല്ല പേസ്റ്റൽ ബ്ലൂ, സൂപ്പർ സംഭവം. ഇനി അടിപൊളി സോഫ്റ്റ് സിൽക്ക് അല്ലേ ഇത്? അല്ലേ ജോർജറ്റ് അല്ലോ? സോഫ്റ്റ് സിൽക്ക് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. കോട്ടൺ ബോട്ടാട്ടോ, കോട്ടൺ ബോട്ട്. നല്ല ലെങ്ത് ഉണ്ട്. ഇത് വില കേൾക്കുമ്പോൾ അടിയായിരിക്കും. 999. 999 സൂപ്പറാ. ഇത് സ്പീഡിൽ കാണിക്കാം. ഇതെന്നെ ആയാലും കാണുന്നതിന് മുമ്പ് ആൾക്കാരെ എടുത്തോണ്ട് പോകും. 999 ഉള്ളൂ. ഇതിന്റെ ഷോളിന്റെ വലിപ്പമൊക്കെ നോക്കി നല്ല സൂപ്പർ സംഭവം. സോഫ്റ്റ് ഷോള്. കുറെ നാളായിട്ടോ ഇത് കിട്ടിയിട്ട് ഈ വിലയ്ക്ക്. 999. ഇതിന്റെ കളേഴ്സ് എന്ത് രസാ. ബേജ് 999. ആ ഫോട്ടോ ഇതിന്റെ ഉള്ളിലുണ്ട്. 999. ഒരു കളർ വിടത്തി കാണിച്ചിട്ട് ബാക്കി ഇങ്ങനെ തരുമൊന്നും കാണിച്ചാൽ ദൂരം കാണിക്കാറുന്നു അല്ലേ? 999 മെറൂൺ. എന്നാലും ഓരോന്നിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഫോട്ടോ
999 അടിപൊളി സംഭവങ്ങളാണ്. അത് കാണിച്ചു അല്ല ജോർജറ്റ് വിത്ത് ലൈനിങ്. റേറ്റ് എത്ര? ഷോളൊക്കെ അതിമനോഹരാട്ടോ, സോഫ്റ്റ് ഷോളാട്ടോ. ഇതിന്റെ സെറ്റിന്റെ മറ്റേ നേരത്തെ വന്നുകൊണ്ടിരുന്ന ഷോളല്ല കേട്ടോ, സോഫ്റ്റ് ഷോള്. 1199 ഉള്ളേ. തിരൂന്നെടുത്തോ. ബേജ് കളർ, ബേജ് ബിസ്ക്കറ്റിന്റെ ലൈറ്റ്. ഇങ്ങനെ ഭയങ്കര ഇപ്പോഴത്തെ ഈ കല്യാണ പിള്ളേരുടെ എൻ്റെ മോക്കടെ ഫ്രോക്ക് ഇങ്ങനെയായിരുന്നു കല്യാണത്തിന്റെ. നല്ല ഗ്രീൻ. ഇതിൻ്റെയൊക്കെ കളർ ചാർട്ടല്ലേ എന്ത് ഭംഗിയാ. ഇങ്ങനെ എല്ലാ ചാർട്ടും ഈ ഓർഗൻസയിലും ജോർജറ്റിലും ഉണ്ടല്ലോ, ഇങ്ങനെ കളർ ഉണ്ടാക്കാൻ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ള മെറ്റീരിയലില് ഈ ഇങ്ങനെ ഇത്രയും ഗ്രാൻഡ് കളേഴ്സ് വന്നില്ല. അവർക്ക് ബോധമില്ലാഞ്ഞിട്ടാണ്. നമുക്കല്ലേ ബോധം, നമ്മുടെ ഇവിടെ ഒന്നും ഉണ്ടാക്കണില്ലല്ലോ. നമ്മുടെ കേരളീയരുടെ ടേസ്റ്റ്. എനിക്ക് കേരളത്തിൽ നിന്ന് ഇന്ത്യ മുഴുക്കനും ഈ കട തുടങ്ങിയപ്പോൾ നടന്നാ. നമുക്കാട്ടോ ഏറ്റവും ബുദ്ധി, സൗന്ദര്യവും ഗ്ലാമറും എല്ലാം നമുക്കാട്ടോ, കേരളീയർക്കാട്ടോ. പിന്നെ ഈ സ്വഭാവമാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റുള്ളവർ. എൻ്റെ സ്വഭാവമാട്ടോ പറയണേ. അതൊക്കെ മാറണം. വിധിക്കപ്പെടാതിരിക്കേണ്ടതിനെ വിധിക്കരുതെന്നല്ലേ പറഞ്ഞേ. നമ്മൾ വിധിക്കണ വിധിയാൽ നമ്മളെ വിധിക്കപ്പെടും. അപ്പൊ നമ്മൾ പറയണ പോലെ കളിയാക്കലും കുറ്റവും അത് നമുക്ക് തന്നെ സൂപ്പർ. അപ്പൊ നമുക്കിനി ആ ക്യാരക്ടർ ഒന്നും വേണ്ട, നമുക്ക് ദൈവജനം എന്നവിടെ അറിയപ്പെടാം. പിങ്ക് ആശ 1199 ഉള്ളൂ കേട്ടോ. അതാണോ? ഇനി അടിപൊളി ഒരു സെറ്റാട്ടോ. പേപ്പറുകളാണ് അല്ലേ, പൊടപടാന്ന് പേപ്പർ വെച്ച്. സോഫ്റ്റ് സിൽക്കിലെ ബാത്തിക്, സോഫ്റ്റ് സിൽക്കിലെ ബാത്തിക്കും സോഫ്റ്റ് ഷോളുവേ. ചന്തഗിരി സിൽക്കിന്റെ ഷോള് അടിപൊളി. റേറ്റും കുറവാണ്. 1299 ഉള്ളേ. ഗ്രീൻ നല്ല രസമില്ലേ. ബോട്ടം ഒരു ഇതൊക്കെ ഡൈ ചെയ്യണതാ. ഈ സോഫ്റ്റ് സിൽക്ക് പോലത്തെ ഒരു ബോട്ടം. നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. ലെങ്ത് ഒരു 47, 47 കിട്ടും. 50 വേണ്ടവർ ഇവിടെ ഒരു പീസ് കൊടുത്താൽ മതി. നല്ല സെറ്റ് കേട്ടോ. എന്ത് ഭംഗിയ ഷോളാണ് കേട്ടോ. ഈ സിൽക്ക് ഷോളില്ലേ, പ്രിന്റഡ് സിൽക്ക് ഷോള് അതുപോലെ സൂപ്പർ. 1299 ആട്ടോ ഉള്ളൂ. റേറ്റ് ആണ് ഏറ്റവും. ഈ റേറ്റിന് ഈ സാധനം സൂപ്പറാ. ഇതേ കണ്ടോ ഷോള്. കളേഴ്സ് ഭയങ്കര ഗ്രാൻഡ് അല്ലേ. പീച്ച് ഇതില് ഈ പ്രിന്റും ഉണ്ട്, ഇടയ്ക്ക് സ്ട്രൈസ് കൊടുത്തിട്ട് ഇപ്പോഴത്തെ ഈ ട്രെൻഡില്ലേ അതുപോലെ കൊടുത്തിട്ടുണ്ട്. സൂപ്പർ. ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം, കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല കളേഴ്സ്. യെല്ലോ, ഗോൾഡൻ യെല്ലോ അല്ലേ? ഗോൾഡൻ യെല്ലോ അല്ലേ? ഗോൾഡൻ യെല്ലോ. എല്ലാ കളേഴ്സും നല്ല പെട്ടെന്ന് തീരും കേട്ടോ. ഇപ്പൊ സെറ്റ് ഇങ്ങനെ വെറൈറ്റി സെറ്റിന് ഭയങ്കര അടിയാ, പെട്ടെന്ന് തീരും. തെരുതെരുന്ന് ബുക്ക് ചെയ്തു. 1299 ഉള്ളേ. ഇതിവിടെ പോകുന്നവർ ഈ പഴയ കാലത്തൊക്കെ ഇങ്ങനെ പണ്ട് ചെയ്ത വീഡിയോയുടെ പടവും കൊണ്ട് വരാണ്ട് മനസ്സങ്ങ് ഫ്രീ ആക്കി വാട്ടോ. അപ്പൊ എന്നും ഒരു കുറേ വീഡിയോയ്ക്കുള്ളത് വരണ്ട്, എന്നും കെട്ടുവരും. അപ്പൊ പുതിയ വീഡിയോയ്ക്ക് വെച്ചേക്കണ എടുത്തു തരാം. ഇത് രസമല്ലേ കളറ്? നല്ല രസമല്ലേ? 1299 ഉള്ളേ. ഇത് വേറെയാണോ? അതിന്റെ കളർ തീർന്നോ? ഇത് സോഫ്റ്റ് സിൽക്കില് ഡൈ ചെയ്ത് ഇങ്ങനെ കളർ ഷെയ്ഡില് കോൺട്രാസ്റ്റ് അടിപൊളി സംഭവം. ഇത് മെറൂണും പിങ്കും ഷോൾ ഇങ്ങനെ. ബോട്ടം എന്ത് ഇതിന്റെ ബോട്ടം എന്ത് സാൻഡോൺ ആണോ? സാൻഡോൺ ബോട്ടം. റേറ്റ് എത്രയാ? 1590. 1590. സൂപ്പർ സംഭവമാണ്. അതേ യോക്ക് ഇങ്ങനെ ഇറക്കി വെക്കരുത് കേട്ടോ. വെക്കുമ്പോൾ അത് ഇങ്ങനെ വെക്കാവുള്ളേ. ഇത്രയൊക്കെ വെക്കാവുള്ളൂ.
ലെങ്ത് ഉണ്ട് 45, 46 കിട്ടും, 47 കിട്ടും. ഇങ്ങനെ തയ്ക്കാവുള്ളൂ. ഇങ്ങനെ ഇതിന്റെ മാക്സിമം ഇറക്കത്തിൽ ഇങ്ങനെ ഇടുവല്ല, നേരെ തല തിരിച്ച് താഴ്ത്തായിട്ടാക്കിയാൽ ഭയങ്കര രസമാട്ടോ. പീച്ചും മുറുവും ബോട്ടം സാൻഡോൺ. റേറ്റ് എത്ര? 1590. പീച്ചും മെറൂണേ. ഷോള് ഇതുപോലെ തന്നെ രണ്ടും കോൺട്രാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഷെയ്ഡ് അടിയിലും ഇതിന്റെ ഇത് മെറൂൺ ഇവിടെ. 1590 ഉള്ളേ. മെറൂൺ, ബ്ലാക്കും മെറൂണും. ഇത് കോൺട്രാസ്റ്റ് ഷോൾ ബോട്ടം. അടുപ്പിച്ച് 2 ദിവസം ഇനി ചുരിദാറിന്റെ വീഡിയോ ആയിരിക്കും കേട്ടോ. വീഡിയോ മാറിപ്പോയെന്ന് പറയുന്നത് കുറേ വെറൈറ്റി വന്നിട്ട്. തെരുതെരുന്ന് എടുത്തോട്ടോ. ഇത് ഇത്തവണ കുറോശ എടുത്തിട്ടുള്ളൂ. അപ്പം തെരുതെരുന്ന് എടുത്തു. ക്രിസ്മസ് ആയത് കാരണം കുറേ വെറൈറ്റി വന്നിട്ടുണ്ട്. ഇപ്പം ഏറ്റവും അധികം ചുരിദാറിൻ്റെ ആൾക്കാർ എപ്പോഴും തേടി വരാറുണ്ട്. ഫങ്ഷൻ എപ്പോഴും ചുരിദാറാണ് നല്ല. മറ്റേ കുർത്ത എടുത്തിട്ട് അതിൻ്റെ ബോട്ടം എടുത്തിട്ട് ഷോൾ എടുത്ത് അത് ഇത്രയും ലുക്ക് വരുമോ? പിന്നെ ആയാലും വരില്ല. 1590. ഇത് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, ആഷ് പോലത്തെ. ബ്ലാക്കും ബീച്ച് കോൺട്രാസ്റ്റ് ആക്കി ദൂരം കളർ ചാർട്ട് വെച്ചേക്കണേ അവര്. അയ്യോ പെട്ടെന്ന് ആയിക്കോട്ടെ. അല്ലെങ്കിൽ നേവി ബ്ലൂ. ഇത് ബ്ലൂ കളർ ബോട്ടം. ഇത് ഇനി നമ്മുടെ എന്നും കാണിക്കണ സോഫ്റ്റ് ഈ സിൽക്കിന്റെ സെമി ടസറിന്റെ ഷോള്. ബോട്ടം. ഇത് അടിപൊളി സെറ്റാ. റേറ്റ് ഇത്ര? ഇതിന്റെ ഷോള് കണ്ടോ? ശരിക്കും ഒറിജിനൽ സിൽക്കിനെ പോലെ തന്നെ. 1099. യെല്ലോ 1090. ഭയങ്കര ഗ്രാൻഡ് കോമ്പിനേഷൻ ആട്ടോ. ഈ ബോട്ട ഇത് ചുരി ക്രോസ് ചെയ്ത് വെട്ടരുത്. ഇപ്പൊ ചുരി ഇടുന്ന നിർബന്ധമുള്ളവർ നേരെ വെട്ടിക്കും. 1090. ബ്ലൂ, ലൈറ്റ് ബ്ലൂ ബോട്ട. ഇത് 1090. ആഷ് പീച്ച് കോമ്പിനേഷൻ. ഇത് ശരിക്കും ഒറിജിനൽ സിൽക്കിന്റെ ലുക്കില്ലേ. 1090 ആണ് ഉള്ളൂ. ശരിക്കും സിൽക്ക് ചുരിദാർ. ഇന്ന് കഴിഞ്ഞ ദിവസം വന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന് അബദ്ധം പറ്റിപ്പോയി. ഒറിജിനൽ ടെസർ എടുത്തു വെച്ച് പുള്ളിക്കാരി എടുത്തു. ഇത് ഈ 1090 ടെസർ ഇരിക്കും കേട്ടോ. പുള്ളിക്കാരി അത് കൊണ്ട് ബില്ലടിക്കണ എടുത്ത് വെച്ചായിരുന്നു. പുള്ളിക്കാരി ഇതേ ഞാൻ എടുത്ത ടെസർ ഇത് ബില്ലടിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഇത് ടെസറല്ല, സെമി ടെസറാ. പുള്ളിക്കാരിക്ക് ആകെ ഞെട്ടില്ല. എന്നിട്ട് പിന്നെ ഒറിജിനലി ഞങ്ങൾ മാറ്റിപ്പിടിച്ചില്ല, ഇതുകൂടെ എടുപ്പിച്ചു. 1090. പുള്ളിക്കാരി പറഞ്ഞു അയ്യോ ഇതിപ്പോൾ എനിക്ക് വ്യത്യാസം പോലും തിരിച്ചറിയാൻ പറ്റണല്ലോ, ഡിഫറൻസ്. അപ്പോൾ ദൈവമേ. അപ്പം ഞാൻ പറഞ്ഞു അതിപ്പോൾ അങ്ങനെയാണ് ഈ സെറ്റിൻ്റെ കോമ്പിനേഷനും ഗ്രാൻഡ് ലുക്കിൽ. അതല്ലേ ഈ സെറ്റൊക്കെ ഭയങ്കര സ്പീഡിൽ എന്തോ ഒരു ഓർഡർ. 1090. ഇതൊക്കെ കഴുകുമ്പോൾ ഇച്ചിരി സ്റ്റിഫ് ആൻഡ് ഷൈൻ പിഴിഞ്ഞിട്ട് ഡ്രയറിൽ ഇട്ടിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ കഴുകിയിട്ടില്ല കേട്ടോ. എനിക്കറിയാൻ പാടില്ല. കഴുകിയാൽ അങ്ങനെയാണ് എല്ലാവരും കഴുകണേന്നാ പറഞ്ഞത്. അപ്പം ഇതൊക്കെ സ്റ്റാർച്ചിങ്ങിൽ ഈ ബലത്തിൽ കിട്ടും. ഡ്രൈ വാഷിങ്ങിൻ്റെ ഒരു ഫീലിംഗ് വരുമെന്ന് പറഞ്ഞത്. കഴുകി കഴിഞ്ഞാൽ സ്റ്റിഫ് ആൻഡ് ഷൈൻ പിഴിഞ്ഞ് ഡ്രയറിലിട്ടെടുത്ത് തണലത്ത് ഇട്ടോണം. വെയിലത്ത് കൊള്ളരുത് കേട്ടോ. നമ്മളൊക്കെ നരച്ചു പോവുക. പിന്നെ തുണിയുടെ കാര്യം പറയണം. റെഡ്, ഗ്രീൻ. ഈ ബോട്ടമൊക്കെ പെൻസിൽ പാൻറ് കഴിച്ചാൽ മതി. കളേഴ്സൊക്കെ ശ്രദ്ധിക്കണ്ടോ. വർത്താനത്തിൽ മാത്രം ശ്രദ്ധിക്കരുത് കേട്ടോ. തുണി നോക്കി എടുക്കണേ.
തുണി ശരിക്കും നോക്കിയെടുക്കുക. കളറും ഇതും അടിപൊളി സംഭവം. പീച്ച് നിങ്ങളെന്നെ കണ്ട് മടുത്തോ? കുറേ ആയോ? പിന്നെ ബോറടിച്ച് എന്നെ ഇട്ടിട്ട് പോർന്നിട്ടോ. ഞാൻ ഇടയ്ക്ക് തമാശ പറയാട്ടോ. പീച്ചും ബ്രൗണും ഇതെന്നാ തമാശ? ഇതൊന്നും തമാശ വന്നില്ലല്ലോ. ഇന്ന് നമുക്ക് ബൈബിൾ ക്ലാസ് ഉണ്ട് അപ്പുറം കടയിൽ. തമാശയല്ല കേട്ടോ. അതിന് പോണ തിരക്കില്ല. വീഡിയോ പിടിച്ചിട്ടങ്ങ് പോകാൻ ഓർത്തു. ഇവിടെ തിരക്ക് വരും. വീഡിയോ പിടിക്കാൻ മേളിൽ സൗകര്യം ഒരുക്കുക. ഇതിപ്പോൾ ആയില്ല. പീച്ച്, ഇത് ഡാർക്ക് പീച്ച്, ഡാർക്ക് പീച്ചും ആഷും. ഇതെല്ലാം കോമ്പിനേഷൻ അല്ലേ? എത്തൊരു ഗ്രാൻഡാ അല്ലേ? ഇത് വീഡിയോ പിടിച്ചിടുന്നതിന് മുമ്പേ ഇപ്പോഴേ തന്നെ വിറ്റ് തീരും. കാരണം തെരുതെരുന്ന് ബുക്ക് ചെയ്യും. പിന്നെ കിട്ടിയില്ലെന്നുള്ള പരാതി തന്നെ കുഴപ്പമെന്ന് പറയട്ടെ. എല്ലാവരും ഇതിൽ ഈ വീഡിയോയിൽ കാണുന്ന ഏറ്റവും ഹൈലൈറ്റ് ഉള്ള കളറിലേക്ക് ലോകം മുഴുക്കനും കാണുമല്ലേ. എല്ലാവരും ആ കളർ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടുന്ന് ഒരു കളർ തന്നെ ഉണ്ടാക്കണം. ഇപ്പം ഒരു കളർ തന്നെ വീഡിയോ ഇട്ട് ആർക്കും വേണ്ട. അവിടെയാണ് പ്രശ്നം. അപ്പോൾ അത് കാരണം നമുക്കെല്ലാവർക്കും ഒരേ മനസ്സായതിൻ്റെ പ്രോബ്ലം ആണെന്നോടും. ഇനി ഒരു സെറ്റ് കൂടെ കാണിച്ചിട്ട് നിർത്തുവാണ്. റയോൺ കൽക്കട്ട കോട്ടൻ്റെ എത്ര? 699. ഇതിൻ്റെ ബോട്ടം പ്രിന്റഡ് ആട്ടോ. 699. ഇതേ ബോട്ടം ഹാൻഡ് വർക്ക് ഫുള്ളുണ്ട്. 699 ഉള്ളേ. വല്ല പട്ടിണി പാവങ്ങളെ എടുത്ത് ഇങ്ങനെ അല്ല ഇങ്ങനെ ഗുജറാത്തിലോ വല്ലയിടത്തൊക്കെ ചെയ്യണമായിരിക്കും അല്ലേ. എന്തോരം ഹാൻഡ് വർക്കാണ്. നമ്മളിവിടെ ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ എന്തോരം രൂപ മേടിക്കും. ഇത് എടുക്കുന്നവർക്കറിയാട്ടെ. ഇത് എപ്പോഴും വിറ്റ് പോകും. നല്ല കൂളിങ്ങാണ്. ഇട്ടാലും ഭയങ്കര ഗ്ലാമർ നമ്മളെ കാണാൻ. റെഡ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് റെഡ് ഇല്ലേ, അതും നേവി ബ്ലൂ ഷോളും പ്രിന്റഡ് ബോട്ടും. സൂപ്പർ സംഭവം. അതെ. അപ്പോൾ യേശുമ്പരാൻ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.